ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്തൊരു മസാല ഒരു വെറൈറ്റി രീതിയിലാണ് ചേർത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മസാലയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ചുമന്നുള്ളി ഒരു 2 എണ്ണം എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിൽ കാശ്മീരി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി പൗഡർ ഒരു ആവശ്യത്തിനായിട്ട് ചേർത്ത് കൊടുക്കുക, അത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. പിന്നെ ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മസാല നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ അയില, പ്രത്യേകിച്ച് അയില ഇങ്ങനെ ഒരു മസാലയിൽ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 4 അയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അയക്കൂറ എടുത്തിട്ടുണ്ട്, ചെറിയ അയക്കൂറായിരുന്നു. ഇവിടെ 2 ആൾ ഇത് കൂട്ടൂല, അയില മീൻ കൂട്ടൂല, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ചെറിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് അത്ര ചെറിയ പീസായിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും കൂടെ നല്ല പോലെ ഒന്ന് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പം അത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളത് മറിച്ചിടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത്. കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് മീനിന്. അപ്പോൾ നമുക്ക് ഇതുപോലെ മീൻ വറുത്തെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.